നമ്മൾ ഇന്നലെ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നിന്നാണ് അല്പമായി ദൈവത്തിന്റെ വചനം ധ്യാനിച്ചു കൊണ്ടിരുന്നത്. കർത്താവ് ഭൂതഗ്രസ്തനായ ഒരു പൈതലിനെ വിടുവിക്കുന്ന വിഷയമാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരുന്നത്. യേശുക്രിസ്തുവിന്റെ ശിഷ്യത്വ പരിശീലനത്തോടുള്ള ബന്ധത്തിലാണ് നമ്മളത് ചിന്തിച്ചത്. നമ്മളെ ഏവരെയും കർത്താവ് ശിഷ്യൻ ആകുവാൻ വേണ്ടിയാണ് സുവിശേഷത്താൽ വിളിച്ചത് എന്ന കാര്യവും നമ്മൾ ചിന്തിച്ചു. ആകയാൽ ശിഷ്യന്മാരായി കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകുവാൻ, കർത്താവിന്റെ ആ ജീവിത ശൈലിയോട് അനുരൂപമാകാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായ പരാജയങ്ങൾ അവർ സ്വകാര്യമായിട്ട് കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് ആ കാര്യങ്ങളെ വിശദീകരിക്കുന്നതാണ് നമ്മളിങ്ങനെ ചിന്തിച്ചു വന്നത്. 9-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം, വീട്ടിൽ വന്ന ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട്, ഞങ്ങൾക്കതിനെ പുറത്താക്കുവാൻ കഴിയാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകയില്ല എന്ന് അവൻ പറഞ്ഞു. നമുക്ക് മനസ്സിലായി 14 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ ഒരു വിഷയം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായിലും മർക്കോസിലും ലൂക്കോസിലും ഇതേ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസിൽ നമ്മൾ ഈ വായിച്ച ഭാഗങ്ങളിൽ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ മാർക്കിൽ മാത്രം നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് കർത്താവും ഈ പൈതലിന്റെ പിതാവുമായിട്ടുള്ള സംഭാഷണം മറ്റ് സുവിശേഷകരെക്കാൾ കൂടുതൽ മർക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവരുടെ വിഷയം ഇതാണ്. അവർ പ്രൈവറ്റ് ആയിട്ട് കർത്താവിനോട് ചോദിക്കുന്നത്, ഒരു പവർ ഫെയിലിയർ ഉണ്ടായി, ഒരു പവർ കട്ട് ഉണ്ടായി, അതെന്താണ്? അത് അവർക്കറിയണം. അതാണ് അവർ കർത്താവിനോട് ചോദിക്കുന്നത്. അപ്പൊ നേരത്തെ തന്നെ നമ്മൾ ഇന്നലെ ചിന്തിച്ചതാണ്, കർത്താവ് ഈ പന്തിരി വരെ വിളിക്കുകയും വേർതിരിക്കുകയും കർത്താവ് അവരെ ട്രെയിൻ ചെയ്യുകയാണ്. അധികാരവും ശക്തിയും അവർക്ക് ഡെലിഗേറ്റ് ചെയ്തു. അവരാ നിലയിൽ സക്സസ്ഫുൾ ആയി ശുശ്രൂഷ ചെയ്തതുമാണ്. പക്ഷെ ഇവിടെ അവർക്കൊരു പരാജയമാണ് ഉണ്ടാകുന്നത്. അവരെ സംബന്ധിച്ചോളം അവർ വളരെ എംബാരസ്ഡ് ആകുന്ന ഒരു സമയം കൂടെയാണ്. കാരണം പബ്ലിക്കിന്റെ മുൻപിൽ ആശയോട് വന്ന ഒരു പിതാവ് നിരാശനാകുകയാണ്. ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ കർത്താവ് ഈ ശക്തിയും അധികാരവും ഒക്കെ അവർക്ക് ഡെലിഗേറ്റ് ചെയ്തു. അവർ സക്സസ്ഫുൾ ആയി മിനിസ്റ്റർ ചെയ്യുന്നതാണ്. പിന്നിപ്പോൾ എന്താണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്? അതാണ് അവർക്ക് അറിയേണ്ടതായിട്ടുള്ള വിഷയം. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ അവര് പരമാവധി ശ്രമിച്ചു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആ വേദഭാഗം വായിക്കുമ്പോൾ പണ്ടത്തെ പോലെ യേശുവിന്റെ നാമം ഉപയോഗിച്ച് കാണും, വിട്ടുപോകാന്നൊക്കെ പറഞ്ഞു കാണും, പക്ഷെ ഒന്നും വർക്കൗട്ട് ചെയ്യുന്നില്ല. അപ്പൊ അത് പബ്ലിക്കലി അവര് ഒരു ശക്തിയില്ലാത്ത ഒരു അനുഭവത്തിലേക്ക് തന്നെയല്ല ശാസ്ത്രിമാരൊക്കെ കയറി ആ കാര്യം ഏറ്റ് അവരെ വിമർശിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നു. അല്ലെ, അവരോട് ചോദ്യം ചോദിക്കുക. ആ സമയത്താണ് കർത്താവ് മറുപ മലയിൽ നിന്ന് 3 ശിഷ്യന്മാരുമായിട്ട് താഴ്വരയിലേക്ക് ഇറങ്ങി വരുന്ന, അല്ലെ താഴ്വരയിൽ എത്തുന്ന സമയം. താഴ്വരയിൽ ബാക്കി 9 ശിഷ്യന്മാർ, അപ്പോസ്തലന്മാരാണ് അവിടെ ഉള്ളത്. അപ്പൊ ഇതിന്റെ പാരലൽ പാസേജ് മത്തായി 17 അതിന്റെ 14 മുതൽ ഉള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ അവസാന വേദഭാഗം അവര് സ്വകാര്യമായിട്ട് ചോദിക്കുന്ന 19 മുതൽ 21 വരെയുള്ള വേദഭാഗത്തിലുണ്ട്. അവിടെ കുറെ അഡീഷണൽസ് നമുക്ക് കാണാൻ കഴിയും. അതുകൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് കൊണ്ടുവരാൻ താല്പര്യപ്പെടുക. മത്തായി 17 19 മുതൽ 21 വരെ. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്നു, ഞങ്ങൾക്കതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസ നിമിത്തമത്രേ. 21-ാം വാക്യം, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട്
ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോ 9 ശിഷ്യന്മാര് കഠിന പ്രയത്നം ചെയ്തിട്ടും ഈ ഭൂതം വിട്ടുപോയില്ല. അധികാരവും ശക്തിയും അവർക്ക് ഡെലിഗേറ്റ് ചെയ്തതാണ്. എന്നിട്ടും അവരുടെ പരിശ്രമങ്ങൾ ഫലിച്ചില്ല. എങ്ങനെയോ ആ ശക്തി അവരിൽ ഉള്ളത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഞാൻ ഉപയോഗിച്ച ആ വാക്ക് എനിക്ക് മനസ്സിലാകാൻ വേണ്ടി ഉപയോഗിച്ചത് ഒരു പവർ കട്ട് അവരനുഭവിച്ചു. ഇതിന്റെ കാരണം എന്താണ്? ഇങ്ങനെ ഒരു ഷെയിംഫുൾ ആയിട്ടുള്ള ഫെയിലിയർ അവർക്ക് എന്തുകൊണ്ട് ഉണ്ടായി? അപ്പൊ 17:20 സുവിശേഷത്തില് കർത്താവ് അവരോട് പറയാണ്, ബിക്കോസ് ഓഫ് ദ ലിറ്റിൽനെസ് ഓഫ് യുവർ ഫെയ്ത്ത്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. അപ്പൊ അതിന്റെ അർത്ഥം വിശ്വാസം ഒട്ടുമില്ലായിരുന്നു എന്ന് ചിന്തിക്കാൻ കഴിയത്തില്ല. അല്പവിശ്വാസം, ലിറ്റിൽനെസ് ഓഫ് ദെയർ ഫെയ്ത്ത്. അപ്പൊ വേദപുസ്തകത്തില് പലപ്പോഴും ശിഷ്യന്മാരോട് കർത്താവ് സംസാരിക്കുമ്പോൾ ഈ അല്പവിശ്വാസികളെ എന്ന് അവരെ വിളിച്ചിട്ടുണ്ട് ധാരാളം ഇടങ്ങളിൽ. എന്നാൽ 2 ഇടങ്ങളിൽ ഗ്രേറ്റ് ഫെയ്ത്തിനെ കുറിച്ച് പറയുന്നു. അത് രണ്ടും ജാതീയ ആളുകൾക്കാണ്. ഒരു റോമാക്കാരൻ ശതാധിപൻ, അത് മത്തായി 8:10, 15:28 കനാന്യ സ്ത്രീ, ജാതിക സ്ത്രീയാണ്. അവർക്കൊക്കെ ഗ്രേറ്റ് ഫെയ്ത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും ശിഷ്യന്മാരെ അല്പവിശ്വാസികൾ എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാരണം അല്പവിശ്വാസം. രണ്ടാമത് മർക്കോസ് 9:29 നിന്ന് നമുക്ക് മനസ്സിലായി ലാക്ക് ഓഫ് പ്രയർ, പ്രാർത്ഥന അവർക്കില്ലാതെ പോയി. മൂന്നാമത് ഈ മത്തായി 17:21 പ്രാർത്ഥനയുടെ കൂടെ ഉപവാസത്താലും എന്ന വാക്ക് കാണുന്നു. അപ്പൊ ലിറ്റിൽനെസ് ഓഫ് ഫെയ്ത്ത്, ലാക്ക് ഓഫ് പ്രയർ ആൻഡ് ലാക്ക് ഓഫ് ഫാസ്റ്റിംഗ്. ആ ഫാസ്റ്റിംഗ് എന്നുള്ള പ്രയോഗം അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ചിലർ ചിന്തിക്കുന്നത് ആദ്യത്തെ മാനുസ്ക്രിപ്റ്റ്സിൽ ഒന്നും അതില്ല, പിന്നീട് ലേറ്റർ അഡീഷൻ ആയിട്ട് പോലും ചിന്തിക്കുന്ന ആളുകളുണ്ട്. എങ്കിലും നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ അതുള്ളത് കൊണ്ട് നമ്മളത് ഏറ്റെടുത്തേ മതിയാകത്തുള്ളൂ. അപ്പം കുറച്ച് വിശ്വാസം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ആ വിശ്വാസം ഈ ഭൂതത്തെ പുറത്താക്കത്തക്കവണ്ണമുള്ള ആരോഗ്യമുള്ള വിശ്വാസം അല്ലായിരുന്നു. അവരുടെ ആ വിശ്വാസം കർത്താവർക്ക് കൊടുത്ത ശക്തി എക്സർസൈസ് ചെയ്യത്തക്കവണ്ണമുള്ളത് അല്ലായിരുന്നു. മത്തായി 8:26, 14:31, 16:8 ഇവിടെ എല്ലാം കർത്താവ് പറയുന്നുണ്ട്, ഇവരെ വിളിക്കുന്നുണ്ട് ലിറ്റിൽ ഫെയ്ത്ത് എന്ന്, അല്പവിശ്വാസികളെ എന്ന് കർത്താവ് സംബോധന ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകുന്നു, കർത്താവ് അവരുടെ കൂടെ ഉണ്ട്, എവറിത്തിങ് ഈസ് ഓക്കെ. അപ്പൊ അവർക്ക് വിശ്വാസവും ഉണ്ട്, അവർ കർത്താവിൽ ആശ്രയിച്ചു. പക്ഷേ സാഹചര്യങ്ങൾ എതിരായി വരുമ്പോൾ, വിഷയം അല്പം രൂക്ഷമായി കട്ടിയായിട്ടൊക്കെ വരുമ്പോൾ പലപ്പോഴും അവര് പ്രാളപ്പെട്ടിട്ട് പോയിട്ടുണ്ട്. നമുക്ക് വളരെ അറിയാവുന്നൊരു കാര്യമല്ലേ, അക്കരയ്ക്ക് പോകുന്ന ആ പടകിനെതിരെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേ അവരുടെ ആ വിശ്വാസമൊക്കെ അങ്ങ് ചോർന്നു പോകുന്നുണ്ട്. അവര് അങ്ങ് ഫിയർഫുൾ ആകുന്നുണ്ട്, ഭയന്നു പോകുന്നുണ്ട്. കർത്താവ് ഒന്നിലധികം തവണ അവരെ ആ നിലയിൽ ധൈര്യപ്പെടുത്തുന്നതായിട്ട് തിരുവഴുത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും, മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ ഇതാണ് അവരുടെ ഈ അല്പവിശ്വാസം. അവർക്ക് അല്പവിശ്വാസം, അതുപോലെ ആ അല്പവിശ്വാസം വിശ്വാസവും പ്രയറും ഒക്കെ ആയിട്ട് വളരെ കണക്റ്റഡ് ആയിട്ട് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നുണ്ടായി. എനിക്ക് നിങ്ങളെ പ്രയർ എന്ന വിഷയത്തിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അപ്പൊ ഒരു പക്ഷെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് ഇതെന്താ ഇങ്ങനെയൊക്കെ പറ്റിയത്? 9 പേര് താഴ്വരയിൽ നിൽക്കുമ്പോ ഇനി അവരെ ഈ മറുരൂപമലയിലേക്ക് കൊണ്ടുപോകാതെ ഈ 2-3 പേരെ മാത്രം കൊണ്ടുപോയത് അവർക്കൊരു പ്രയാസമായി തോന്നി. അങ്ങനെ കർത്താവിന്റെ ഈ ആബ്സെൻസിൽ അവര് പ്രയറൊക്കെ നിഗ്ലക്ട് ചെയ്ത് അങ്ങനെ വിശ്വാസം സൃഷ്ടിച്ചു പോയതാണോ
എന്നൊരു ചിന്ത നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ്. നമ്മളൊക്കെ പറഞ്ഞ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായി കാണും, ഒരു നിഗമനമാണ്, ഇവിടെ എഴുതിയിട്ടില്ല. എനിവേ ക്രൈസിസ് വന്നപ്പോ അവർക്ക് ഉള്ള ആ ആത്മീക ബലം അവർക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ ഒരു പക്ഷെങ്കിൽ കർത്താവ് മറുരൂപമലയിൽ പോയി കഴിഞ്ഞ് അവരുടെ ആ സ്പിരിച്വൽ ഹെൽത്ത് വേണ്ട നിലയിൽ പുഷ്ടിയിൽ നിൽക്കുന്ന ഒരനുഭവം അല്ലായിരിക്കാനാണ് സാധ്യത. നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തില് 16-ാം അധ്യായം 20-ലൊക്കെ നമ്മൾ കാണുന്നത് ശിംശോന് കളത്തിൽ അല്ലെങ്കിൽ ശത്രുക്കളെ നേരിടാൻ പോകുമ്പോൾ ദൈവം അവനെ വിട്ടുപോയത് പോലും അവൻ ഗ്രഹിച്ചില്ല എന്നതുപോലെ ആത്മീക ശക്തിയുടെ ബലം ചോർന്നു പോയത് തിരിച്ചറിയാതെയാണ് ഈ 9 പേര് ഈ പരിശ്രമം നടത്തുന്നതായി നമ്മൾ ഈ വേദഭാഗം ആ കാര്യങ്ങളെല്ലാം വായിക്കുമ്പോൾ ഗ്രഹിക്കേണ്ടത്. ഇനി ഒരു പക്ഷെങ്കില് ഈ 9 പേര് കഴിഞ്ഞ നാളുകളിലെ അവരുടെ ആ അധികാരവും ശക്തിയും ഉപയോഗിച്ച് ഭൂതങ്ങളെയൊക്കെ അവർ ശാസിച്ചതും പുറത്താക്കിയ ആ അനുഭവങ്ങൾ നിമിത്തം ആ ഒരു സക്സസ് അവരുടെ ഉള്ളത്തിൽ ഉള്ളത് കൊണ്ട് വേണ്ട നിലയിൽ അവർ പ്രാർത്ഥിക്കാഞ്ഞതായിരിക്കാം. എനിവേ പ്രയറും ഫെയ്ത്തും ഒക്കെ വളരെ കണക്റ്റഡ് ആണ്. അവരിൽ തന്നെ ഇൻഹറന്റ് അല്ല ഈ ശക്തി. വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ദൈവത്തിൽ സമ്പൂർണമായി ആശ്രയിക്കേണ്ടതാണ് അവര്. അപ്പൊ അതാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. അപ്പൊ അവരില് ഉള്ള ഈ അധികാരവും ഈ ശക്തിയും വാസ്തവത്തിൽ പ്രാർത്ഥനയിലാണ് ഈ കൃപ അവരിൽ നെർച്ചർ ചെയ്തവർ നിർത്തേണ്ടിയിരുന്നു. ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കണം. കർത്താവ് ഓരോരുത്തർക്ക് ഓരോ താലന്തുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, ചിലർക്ക് പാടാൻ, പ്രസംഗിക്കാൻ. അപ്പൊ ഇതെല്ലാം ഇഫക്റ്റീവ് ആകണമെങ്കിൽ പ്രാർത്ഥന അനിവാര്യം. ഈ പ്രസംഗകരും പഠിപ്പിക്കുന്നവരും ഒക്കെ കാറി കൂടി ചാടി മറിഞ്ഞ് ആളുകളെയൊക്കെ വൈകാരികമായിട്ടൊക്കെ ഇളക്കുന്നു, ആളുകളെ ഇളകുകയും ചെയ്യുന്നു. പക്ഷേ ഈ വചനം ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിശക്തമായ ഉള്ള വലിയ പ്രകടനമൊന്നും നിർബന്ധമല്ല. ഓരോരുത്തരുടെ ഓരോ ശൈലിയാണ്. പറയുന്നയാള് പറയുന്ന വചനത്തെ ആത്മാവ് അതിനെ കൊണ്ട് ഹൃദയത്തിനകത്ത് കൊണ്ടിടുക. പത്രോസ് പ്രസംഗിച്ചു പെന്തക്കോസ്ത് ദിവസം. പാരമ്പര്യ യഹൂദന്മാർക്ക് കുത്തുകൊണ്ട് ആരെയും കുത്താനൊന്നും പ്രസംഗിച്ചതല്ല. മുക്കവനായി മനുഷ്യൻ ഒരു മെസ്സേജ് പറയുമ്പോൾ ശരിക്കും നിങ്ങളാണ് യേശുവിനെ ക്രൂശിച്ചതെന്ന് വളരെ ശക്തമായ ഒരു മെസ്സേജാണ് അവർ. അവര് കുത്തു കൊണ്ടിട്ട് അവർ ചോദിക്കുകയാണ്, സഹോദരന്മാരെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഇറ്റ് ഈസ് ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമ്മളിൽ ഓരോരുത്തരും പ്രസംഗിക്കാനും പഠിപ്പിക്കാനും പാടുവാനും പ്രവചിക്കാനും ഇങ്ങനെയൊക്കെ കർത്താവ് ഓരോരുത്തർക്കും ടാലന്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവരിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം ഇതാണ്. ഒരു മൊമെന്റ് ഓഫ് ക്രൈസിസ് വരുമ്പോൾ പെട്ടെന്നൊരു കാര്യം ചെയ്യുമ്പോൾ അതൊരു ഫെയിലിയറിൽ അവസാനിക്കാൻ സാധ്യതയുണ്ട്. ഇവരൊരു പക്ഷെങ്കിൽ ഇവരെന്തോ കാരണത്താൽ പ്രയർ ഉപേക്ഷിച്ചു. അതുകൊണ്ട് അവരുടെ ഫെയ്ത്ത് ലെവൽ വളരെ കുറവായിരുന്നു. വേണ്ടവണ്ണം പ്രാർത്ഥിച്ചില്ല, വേണ്ടവണ്ണം കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇൻഫാക്ട് നമ്മൾക്ക് ആ മസ്റ്റേർഡ് സീഡിന്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ ഞാനത് പറയാം. മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ പെർസിസ്റ്റന്റ് അല്ല, അല്പമായി ശാസിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്തുനിന്ന് പാഠം ഉൾക്കൊള്ളണം. ചിലപ്പോ കൊയറിലുണ്ട് പാട്ടുപാടാൻ കഴിവുള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അങ്ങ് വന്ന് പാടാം.
ചിലപ്പോ പാട്ട് നമ്മുടെ ദൃഷ്ടിയിൽ ട്യൂൺ ഒത്തുന്നിരിക്കും, പക്ഷേ ദൈവ സാന്നിധ്യവും ദൈവകൃപയും അതിലൂടെയുള്ള വിടുതലുകൾ ഒക്കെ സാക്രിഫൈസ് ചെയ്തായിരിക്കും. അതുപോലെയാണ് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും. ദൈവവചന ശുശ്രൂഷയല്ല. ഈ ഇഫക്റ്റീവ് അല്ലാതെ വരുമ്പോഴാ പലപ്പോഴും നമുക്ക് ഒരുപാട് ട്രിക്കുകളും ടെക്നിക്കുകളും ഒക്കെ ഉപയോഗിക്കേണ്ടി വരുന്നതും. കാരണം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും, ചേട്ടാ ഇന്ന് ആളുകൾക്ക് ഇതൊന്നും എഫക്റ്റീവ് ആകുന്നില്ല, അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അവിടെയാണ് പിന്നെ ദൂത് വരുന്നു, ചിലർ ഇവിടെ ഇരിപ്പുണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ കർത്താവ് പറയാത്തതൊക്കെ പിന്നെ അങ്ങ് പറയും. അപ്പൊ ഇത് വി ഹാവ് ടു ബി വെരി കെയർഫുൾ. പ്രയർ ഇസ് ദ കീ. അല്പവിശ്വാസം, പ്രയർ, അവരിലുള്ള ആ ദൈവ കൃപയുടെ വ്യാപാരം വേണ്ട നിലയിൽ എക്സസൈസ് ചെയ്യാൻ കഴിയാതെ ഇരുന്ന അവർ ഫെയിൽഡ് ആയിപ്പോയി, എംബാരസിംഗ് സിറ്റുവേഷൻ ആയിപ്പോയി. ശരിക്ക് ദൈവമക്കൾ ചിന്തിച്ചേ, ഈ പുരുഷാരം അവിടെ കൂടി, ഈ അപ്പൻ വന്നിരിക്കുന്നത് എന്തിനാ? അവനൊരു ഡെലിവറൻസ്. മകൻ ബന്ധിക്കപ്പെട്ടിരിക്കുക, ജീസസിനെ ഇവര് റെപ്രസെന്റ് ചെയ്യുക. ഇവരുടെ ആ നിസ്സഹായത അവിടെ വെളിപ്പെടുകയാണ്. ശരിക്കും ജീസസിന്റെ നാമത്തിന് തന്നെ അത് അപമാനമല്ലേ? അത് ഞാൻ ആ നിലയിൽ പറഞ്ഞത്. ഇന്ന് ഇതാണ് സംഭവിക്കുന്നത്. ഇന്ന് ഇതാണ് പൊതുവെ ചർച്ചിൽ സംഭവിക്കുന്നത്. അതിന് ഞാനും നിങ്ങൾ ഒരുപോലെ കുറ്റക്കാരാണ് എന്നുള്ളത് നമ്മൾ സമ്മതിക്കണം. വേൾഡ് ഹേർട്ടിംഗ് ആണ്, വേൾഡിന് ഡെലിവറൻസ് വേണം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ദൈവവചന ശുശ്രൂഷ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ക്യാരക്ടറാണ് വളരെ പ്രധാനപ്പെട്ടത്. പക്ഷേ ഇങ്ങനെ ഒരു ശുശ്രൂഷ ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. കർത്താവ് ഈരണ്ടായിട്ട് ശിഷ്യന്മാരെ അയക്കുമ്പോഴും ഇത് പ്രത്യേകം പറഞ്ഞാണ് അയക്കുന്നത്. രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ കാസ്റ്റ് ഔട്ട് ചെയ്യുക, ദൈവരാജ്യം പ്രഘോഷിക്കുക. അപ്പൊ ന്യൂ ടെസ്റ്റമെന്റ് മിനിസ്ട്രിയുടെ ഭാഗമാണ് അത്. നമ്മളിൽ അല്ല ഈ ശക്തി ഇരിക്കുന്നത്. ഇറ്റ് ഈസ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പ്രേയർ ശുഷ്കിച്ചു പോയാൽ ആ ഫെയ്ത്ത് ലെവൽ വളരെ കുറവായി. പ്രയർ ആൻഡ് ഫെയ്ത്ത് ആർ കണക്റ്റഡ്. പ്രയർ ആൻഡ് ഫാസ്റ്റിംഗ് എന്നൂടെ ഞാൻ എടുത്ത് പറയട്ടെ. അപ്പൊ ഇന്നത്തെ ചർച്ച് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഒരു കാലഘട്ടത്തിൽ പെന്തക്കോസ്റ്റൽ അനുഭവങ്ങൾ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. എന്നാല് കാലം മുന്നോട്ട് പോയി, ശക്തി ചോർന്നു പോയി. അത് ഒരുപാട് ആളുകൾ പല പല കാര്യങ്ങൾ പറയും. സിമ്പിൾ അല്ലേ ഇത് കാര്യം? വേണ്ടവണ്ണം പ്രാർത്ഥിച്ച്, അതുകൊണ്ട് വേണ്ടവണ്ണമുള്ള വിശ്വാസമില്ല, ആത്മീക ആരോഗ്യമില്ലാതെ എന്നുള്ളത് ഒരു ക്രിട്ടിക്കൽ മനോഭാവമില്ലാതെ നമ്മൾ വളരെ താഴ്മയോടെ അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ പിന്നെയും സജ്ജമാക്കണം. 21-ാം വാക്യത്തിൽ 21-22 ആ മസ്റ്റർഡ് സീഡ് ഫെയ്ത്ത് നമ്മളവിടെ കാണുന്നു. അത് വാസ്തവത്തിൽ പെർസിസ്റ്റന്റ് ഫെയ്ത്തിനെ കുറിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു കടുകുമണി എന്ന് പറഞ്ഞാൽ ചെറിയ ഫെയ്ത്ത് എന്ന അർത്ഥത്തെക്കാൾ കടുകുമണി ഇട്ടാൽ കടുകുമണി വളരും. മത്തായി 13:32 കടുകുമണിയുടെ ഉപമയിൽ അത് എല്ലാ വിധത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾ വന്നതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീരുന്നു. ഇറ്റ് ഈസ് ഗ്രോയിങ്. അങ്ങനെ ഒരു ഫെയ്ത്ത്. ആ ചെറിയ വിശ്വാസം അത് ഗ്രോ ചെയ്ത് ഒരു വലിയ വിശ്വാസമായി തീരുമ്പോഴാണ് മലകളെ നീക്കുവാൻ കഴിയുന്നത്. അതൊന്ന് മനസ്സിലാക്കാൻ ഈ ലൂക്കോസ് 11:8 ആ മനുഷ്യൻ ചെന്ന് പെർസിസ്റ്റന്റ് ആയി നോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
കാരണം എന്റെ നെയ്ബർ വന്നിരിക്കുന്നു, എനിക്കൊരു ആൾ വന്നിരിക്കുന്നു, ഈസ് നോക്കിംഗ് ഓൺ. നമ്മളതൊന്ന് വായിച്ചാല് ലൂക്കോസിന്റെ സുവിശേഷം 11 ലൂക്കോസ് 11:8 അത് ഒന്ന് നോക്കാതെ. എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയില്ല. അവൻ സ്നേഹിതനാകെ കൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതാണ് മൗണ്ടൻസ് മാറ്റുന്ന ഫെയ്ത്ത്. പെർസിസ്റ്റന്റ് ഫെയ്ത്ത്. ഇതുപോലെ തന്നെയാണ് ലൂക്കോസ് 18:1 അവിടെ നമുക്ക് ആ മസ്റ്റർഡ് സീഡിന്റെ ഫെയ്ത്ത് ഒന്ന് ഇലസ്ട്രേറ്റഡ് ആയിട്ട് കാണാൻ കഴിയും. നിസ്സഹായ നിൽക്കുന്ന ഒരു ഉപമയാണ്. ഒരു വിധവ, അവര് പെർസിസ്റ്റന്റ് ആകുന്നു. വാസ്തവത്തിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടതിന് കർത്താവ് രൂപം പറയുകയാണ്. അപ്പൊ ഇതാണ് ഇവർക്ക് ലാക്കിംഗ് ആയി വന്നത്. അതുപോലെ അവിടെ മൂവിങ് മൗണ്ടൻ എന്നൊക്കെ പറയുമ്പോൾ അക്ഷരികമായി ഏതെങ്കിലും മലയുടെ അടുത്ത് ചെന്ന് മല ഇവിടുന്ന് പോയി കടലിൽ ചാടുക എന്ന അർത്ഥത്തിലല്ല. ആ പ്രയോഗം അത് കർത്താവ് സംസാരിക്കുന്ന ഫിഗറേറ്റീവ് ആയിട്ടാണ്. നമ്മുടെ മുൻപിൽ ഓരോ സാഹചര്യങ്ങളിൽ വെളിപ്പെട്ടു വരുന്ന പ്രശ്നങ്ങൾ, ഗൗരവമേറിയ പ്രശ്നങ്ങൾ, അതാണ് വാസ്തവത്തിൽ അവിടെ ആ മൗണ്ടൻ എന്നർത്ഥമാക്കുന്നത്. ഇപ്പോൾ അവർ അഭിമുഖീകരിക്കുന്ന ഇതുപോലൊരു വലിയ പർവ്വതമാണ്. ആളെല്ലാം കൂടിയിരിക്കുകയാണ്, വലിയൊരു വിഷയത്തെ അഭിമുഖീകരിക്കുകയാണ്. പക്ഷെ അത് നീക്കുവാനുള്ള പവർ ഇല്ലാതെ പോയി. അതിനുള്ള ഒരു വിശ്വാസം ഇല്ല. പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വിശ്വാസം അവർക്കില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. അപ്പൊ പ്രേയറിനെ കുറിച്ചാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. അവിടെയും എനിക്ക് നിങ്ങളോട് കാണിക്കുവാനുള്ളത് ജീസസിന്റെ പ്രയർ ലൈഫാണ്. മറുപമലയിൽ തന്നെ ജീസസ് എന്തെടുക്കുകയായിരുന്നു? ഹി വാസ് ഇൻ പ്രയർ. അവിടെ വെച്ചാണ് ചില അസാധാരണമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമുക്കറിയാം ആ കാര്യങ്ങൾ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ ജീസസിന്റെ ഈ പ്രയർ ലൈഫും ദൈവമക്കൾ ഒബ്സർവ് ചെയ്യണം. ഞാൻ മർക്കോസിൽ മാത്രം നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇന്ന് അതിനിടയ്ക്ക് ഇതിന്റെ പാരലൽ പാസേജിന് ഞാൻ മാത്യുവിലോട്ടൊന്ന് പോയി ഞാൻ മടങ്ങി മർക്കോസിൽ തന്നെ വരികയാണ്. കാരണം ഇതിന്റെ റൂട്ട് എന്ന് പറയുന്നത് why we couldn't do it. ജീസസ് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ബ്രിങ് ദ ബോയ് എന്ന് പറയുന്നു. ആ ചെറുക്കം വരുന്ന വഴിക്ക് തന്നെ അവനിലുള്ള ഈ ഭൂതാത്മാവ് അവനെ നിലത്തിടുന്നു, ഞൊരപ്പിക്കുന്നു. അങ്ങനെ വലിയൊരു സീൻ അവിടെ ഉണ്ടാകുകയാണ്. ജീസസ് അതിനെ കാസ്റ്റ് ഔട്ട് ചെയ്യുന്നു. സോ പവർഫുൾ. ഇത് തന്നെ ചെയ്യാനാണ് ഇവർക്ക് അധികാരവും പവറും കൊടുത്തിരിക്കുന്നത്. പക്ഷേ they were not effective. എവിടെയോ ലാഗിങ് ഉണ്ടായി. അവരിൽ ആ അധികാരവും ശക്തി ഉണ്ട്, പക്ഷെ they were ineffective. ഒരു ക്രൈസിസ് ഉണ്ടായപ്പോൾ അവർ ഇൻഎഫക്റ്റീവ്. പക്ഷേ അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവര് സ്വകാര്യമായിട്ട് ചെന്ന് അതിന്റെ റീസൺ അന്വേഷിക്കുകയാണ്. ഇതാ നമ്മൾ ചെയ്യേണ്ടത്. ഞങ്ങൾ തോറ്റു, അതെന്തുകൊണ്ടാണ്? ഒരിടത്ത് ജീസസ് പറഞ്ഞു ബിക്കോസ് ഓഫ് യുവർ ലാക്ക് ഓഫ് ഫെയ്ത്ത്. മറ്റിടത്ത് ജീസസ് പറയുന്നു ദിസ് കൈൻഡ് വിൽ നോട്ട് കം ഔട്ട് അൺലെസ് ബൈ പ്രയർ ആൻഡ് ഫാസ്റ്റിംഗ്. അപ്പൊ നമ്മൾ ഇത് ചേർക്കുകയാണ്, ക്ലബ് ചെയ്യാണ്. അവർ ചോദിച്ചു, കർത്താവിനോട് ചോദിച്ചു. വേറെ ആരോടെയാണെങ്കിൽ 100 അഭിപ്രായം കേൾക്കാം. ജീസസ് അതിന്റെ ഉള്ള കാര്യം പറഞ്ഞു. അവരിലാണ് പ്രശ്നം. ഓൾറെഡി അവർക്ക് അധികാരവും ശക്തിയും ഡെലിഗേറ്റ് ചെയ്തതാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത്, നമ്മളും ശിഷ്യന്മാരാണ്, നമ്മളും പലപ്പോഴും ഇൻഎഫക്റ്റീവ് ആണ്. യേശു നമ്മളെ വിളിച്ചിരിക്കുന്ന എഫക്റ്റീവായി കർത്താവിനെ അനുഗമിക്കാനാണ്. കേവലം കർത്താവിന്റെ ആ ജീവിത ശൈലി കോപ്പി ചെയ്യുക മാത്രമല്ല, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ ആവർത്തിക്കട്ടെ. അത് നമ്മുടെ സ്വഭാവം. അപ്പോൾ തന്നെ നമ്മളെ വിളിച്ചിരിക്കുന്നത് തന്നോട് കൂടെ ഇരിപ്പാനും നമ്മെ അയക്കുവാനും വേണ്ടിയാണ്. ദൈവരാജ്യ വ്യാപ്തി നമ്മളിലൂടെ കർത്താവിന് ചെയ്യണം. അതിന്റെ ഒരു ഭാഗമാണ്
നമ്മൾ ഇവിടെ കാണുന്നത് ഡെലിവറൻസ് ആളുകൾക്ക് കൊടുക്കുക, ഒരു പവർ എൻകൗണ്ടർ വരിക. ഓൾ ത്രൂ ദ ഗോസ്പൽസ് നമുക്ക് ജീസസ് ഡീമൺസിനെ കാസ്റ്റ് ഔട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അത് തള്ളിക്കളയാൻ കഴിയാത്ത ഒരു മിനിസ്ട്രിയാണ്. ഇറ്റ് ഈസ് ദെയർ. നമുക്ക് പവർലെസ് ആയതുകൊണ്ട് അത് ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു ബിബ്ലിക്കൽ ഒരു കൺസെപ്റ്റ് അല്ല. ബിബ്ലിക്കലി അതുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഒക്കുന്നില്ല? പ്രയർ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. പ്രയറിലാണ് നാം ദൈവത്തോടു കൂടി ഇരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ ഇന്റിമസി, ആ ഫെലോഷിപ്പിലാണ് നമ്മുടെ ഫെയ്ത്ത് ബിൽഡപ്പ് ആകുകയാണ്. പ്രയറിനോട് ചേർന്ന് ദൈവത്തിന്റെ വചനം നമ്മൾ ധ്യാനിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള സബ്ജക്ട് നമ്മൾ വരുമ്പോൾ ജീസസ് ഇന്നും ജീവിക്കുന്നു, അവിടെ നിന്നും ഇത് ചെയ്യും. അത് നമ്മളിലൂടെയാണ് ചെയ്യുന്നത്. എന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും. ആ വചനങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ ഇറ്റ് ബിൽഡ്സ് അവർ ഫെയ്ത്ത്. ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ ആത്മപ്രേരിതരായി, അത് ഞാൻ അടിവരയിട്ട് പറയാം, അല്ലാതെ ഏത് കാര്യത്തിനും എടുത്തിയാടുന്ന ഒരനുഭവമല്ല. ആത്മാവിന്റെ നടത്തിപ്പിലും പ്രേരണയിലും നമ്മളെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ കർത്താവ് ഇന്നും ആഗ്രഹിക്കും. ജീസസിന് അങ്ങനെ ഒരു സോളിഡ് പ്രയർ ലൈഫ് ഉണ്ടായിരുന്നു. അത് പലപ്പോഴും ഈ ശിഷ്യന്മാര് കണ്ടിട്ടുണ്ട്. ഇൻഫാക്ട് ലൂക്കോസ് 11:1-2 ഭാഗം വായിക്കുമ്പോഴേ സ്വകാര്യമായ ഒരിക്കൽ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ അടുത്തി എന്ന് പറഞ്ഞത്, ഗുരു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ദ സീക്രട്ട് ഓഫ് ജീസസ് ലൈഫ് ആൻഡ് മിനിസ്ട്രി വാസ് പ്രയർ. ജീസസിന്റെ മനുഷ്യത്വത്തിൽ നമുക്ക് മോഡലായി, നമുക്ക് മുൻപിൽ ശ്വാസത്തിന്റെ നായകൻ നടക്കുമ്പോൾ നമ്മൾ കാണുന്നത് പ്രാർത്ഥിക്കുന്ന യേശുവിനെയാണ്. ശിഷ്യനാണെങ്കിൽ അതാണ് കോപ്പി ചെയ്യേണ്ടത്. നമ്മൾ ആ പ്രയർ ലൈഫ് ശരിക്കും മനസ്സിലാക്കണം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം. 1-ാം അധ്യായത്തില് നമുക്കറിയാം കർത്താവ് പബ്ലിക് മിനിസ്ട്രിയില് സ്നാനപ്പെടുന്ന സമയത്ത് അവിടുന്ന് പ്രാർത്ഥിച്ചു. ലൂക്കോസിലൊക്കെ അത് വളരെ ക്ലിയർ ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസ് 3:21 മുതൽ വായിക്കുമ്പോൾ അത് വളരെ ക്ലിയർ ആണ്. മർക്കോസിൽ 1-ാം അധ്യായം അതിന്റെ 9 മുതൽ ഉള്ള വാക്യങ്ങൾ, പ്രയർ എന്നുള്ളത് അവിടെ ആ സാഹചര്യത്തിലാണ് കർത്താവ് പ്രാർത്ഥിച്ചത്. അത് ലൂക്കോസും മത്തായിയും ഒക്കെ പറയുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് ആസ് ജീസസ് വാസ് കമ്മിങ് അപ്പ് ഔട്ട് ഓഫ് ദ വാട്ടർ, he saw heaven being torn open and the spirit descending on him like a dove. അപ്പൊ അവിടെ പ്രാർത്ഥന അന്തർലീനമായിട്ടുണ്ട്. ഇതിന്റെ പാരലൽ പാസേജിൽ പ്രാർത്ഥിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ ഈ 1-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അധികാലത്തെ ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടൊരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. നമുക്ക് അല്പസമയം അവിടെ നിൽപ്പാനാണ് താല്പര്യപ്പെടുന്നത്. പ്രൈവറ്റ് ആയിട്ട് ജീസസ് പ്രാർത്ഥിക്കും. ജീസസ് നമുക്ക് ഒരു എക്സാമ്പിളാണ്. സുവിശേഷങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ ജീസസിന്റെ പ്രൈവറ്റ് പ്രയർ ടൈമുകൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും. പ്രത്യേകിച്ച് നിങ്ങൾ ഗോസ്പൽ ഓഫ് ലൂക്കിന്റെ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ ഗോസ്പൽ ഓഫ് പ്രയർ. ധാരാളം ഉദ്ധരണികൾ ജീസസിന്റെ പ്രൈവറ്റ് പ്രയറിനെ കുറിച്ച് ലൂക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മത്തായും ലൂക്കും എല്ലാം ജീസസിന്റെ 40 days ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ലൂക്കോസ് 5:16 അവനോ നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് ഇംഗ്ലീഷിൽ ജീസസ് ഓഫ്റ്റൻ വിത്ഡ്രൂ ടു ലോൺലി പ്ലേസസ്. തിരക്കേറിയ ആ ശുശ്രൂഷകൾക്കിടയിൽ വിഡ്രോ ചെയ്തു പോയി ജീസസ് തനിയെ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഗോസ്പൽ റൈറ്റേഴ്സ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ലൂക്കോസ് 6:12 ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു.
ലൂക്കോസ് 23:34. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇന്നത് എന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവന്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു. കർത്താവിനെ പീഡിപ്പിക്കുന്ന സമയത്ത് ഫ്രം ദ ക്രോസ് ഓൾ ത്രൂ ഔട്ട് ഹിസ് ലൈഫ് ജീസസിന്റെ സോളിഡ് ആയിട്ടുള്ള പ്രയർ ലൈഫ് നമ്മെ ചലഞ്ച് ചെയ്യും. നമ്മുടെ വിഷയം വിടരുത്. ജീസസ് പറഞ്ഞു, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോവുകയില്ല. ഞങ്ങൾ ഒരിക്കൽ ഇങ്ങനെയൊക്കെ ചെയ്തതാ, വി ആർ ടാലന്റഡ്, ദ ലോർഡ് ഹാസ് കമ്മീഷൻഡ് ദാറ്റ്, സോ ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുമെന്ന് ചിന്തിച്ച് ലാഘവത്തോടെ കാര്യങ്ങൾ എടുത്തതാവാനാണ് സാധ്യത. ഒരു ഡിസിപ്ലിൻഡ് പ്രയർ ആൻഡ് ഫാസ്റ്റിംഗ് ലൈഫ് ഇല്ലാതെ പോയി. ജീസസ് മറുരൂപമലയിൽ പോയി. ഇൻ ഹിസ് ആബ്സെൻസ് ദിസ് ഇസ് വാട്ട് ഹാപ്പൻ. സിറ്റുവേഷനിൽ ഒരു സൊല്യൂഷൻ അവർക്ക് ഇല്ലാതെ പോയി. അവർ കർത്താവിൽ ഡിപ്പെൻഡഡ് അല്ലാതെ സ്വന്തമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കി. ഇറ്റ് ഡിഡ് നോട്ട് വർക്ക് ഔട്ട്. അപ്പൊ അതിനോടുള്ള ബന്ധത്തിലാണ് ജീസസിന്റെ ഈ പ്രയറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ഗോസ്പൽ ഓഫ് മാർക്കിൽ ജീസസിന്റെ പ്രൈവറ്റ് പ്രയറിനെ കുറിച്ച് 3 ഇടങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. ഒന്ന് ഈ 1:35, 2 6:46, 3 14:32 മുതൽ 39 വരെയുള്ള വചനങ്ങൾ. അതുപോലെ മാർക്കിൽ അനേക തവണ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാനായി യേശു ചലഞ്ച് ചെയ്യുന്നുണ്ട്. 9:29, 11:24, 13:18, 14:38 എന്നീ വാക്യങ്ങൾ. ദൈവമക്കൾക്ക് എല്ലാം അറിയാമല്ലോ, കർത്താവ് ധാരാളം പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ചിട്ടുമുണ്ട്. ജീസസ് ഇൻ ഹിസ് ഇൻകാർണേഷൻ വാസ് എ മാൻ ഓഫ് പ്രയർ. കർത്താവിനെ അനുഗമിക്കാനായി വിളിക്കപ്പെട്ട നമ്മൾ എല്ലാവരും കർത്താവിന്റെ പ്രാർത്ഥനാ ജീവിതം ഒബ്സർവ് ചെയ്ത് അത് അനുഗമിക്കുവാനായി ഏൽപ്പിക്കപ്പെടണം. നമ്മൾ വായിച്ച മാർക്ക് 1:35 നമുക്ക് വരാം. അതികാലത്തെ കർത്താവ് എഴുന്നേറ്റെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അതികാലത്തെ ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഇതിനകത്തുനിന്ന് 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഈ അതികാലത്തെ എഴുന്നേറ്റു എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ജീസസ് പ്രയോറിറ്റിയെ നമ്മൾ കാണുന്നത്. ഒന്നാമത് ചിന്തിക്കണം, എ പ്രയോറിറ്റി ഫോർ പ്രയർ. അധികാലത്ത് എഴുന്നേറ്റ് ശുശ്രൂഷയ്ക്ക് അങ്ങ് പോവുക, നോ. അധികാലത്ത് ഇരുട്ടുള്ള സമയത്ത് തന്നെ എഴുന്നേറ്റ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ജീസസിനെ സംബന്ധിച്ചോളം ഇറ്റ് വാസ് പ്രയർ. അതും പേഴ്സണൽ പ്രയർ. അപ്പൊ പേഴ്സണൽ പ്രയറിന് കർത്താവ് കൊടുത്ത പ്രാധാന്യതയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അധികാലത്തെ ഇരുട്ടുള്ളപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ അതിനെ മൂലഭാഷ മാർക്ക് ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചാൽ 4-ാം യാമത്തിൽ എന്നർത്ഥം വരുന്ന ഒരു വാക്കാ. എന്ന് പറഞ്ഞാൽ അതിരാവിലെ 3 മണിക്കും 6 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് കർത്താവ് പ്രാർത്ഥിച്ചു. നമ്മള് ഇപ്പൊ എന്താ അലാറം വെച്ചല്ലോ എഴുന്നേറ്റ് നമുക്കും പ്രാർത്ഥിക്കാം 4-5 മണിക്ക്. നമുക്കതിന്റെ ഗൗരവം മനസ്സിലാകണമെങ്കിൽ തലേന്നത്തെ കർത്താവിന്റെ സ്കെഡ്യൂള് മനസ്സിലായെങ്കിലേ ഈ ദിവസം അതിരാവിലെ എഴുന്നേറ്റതിന്റെ ഗൗരവം, പ്രാധാന്യത പ്രയറിന് കർത്താവ് കൊടുത്തതിനെ കുറിച്ച് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുകയുള്ളൂ. തലേ ദിവസം കർത്താവ് ഭയങ്കര ബിസിയായിരുന്നു എന്ന് പറഞ്ഞാൽ മർക്കോസ് 1:21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ രാവിലെ കഫർനഹൂമിലെ ഒരു യഹൂദ പള്ളിയിൽ കർത്താവ് ശുശ്രൂഷിക്കുക. ഇന്നലെ നമ്മൾ ചിന്തിച്ചതാണ്. അവിടെയാണ് കർത്താവ് വചനം പഠിപ്പിക്കുക മാത്രമല്ല ഭൂതബാധിതനായ ഒരുത്തനെ വിടുവിക്കുന്നു. അപ്പം ഇതാണ് രാവിലത്തെ സംഭവം. അവരുടെ സിനഗോഗ് സർവീസുകൾ ഏകദേശം 12 മണിയാകുമ്പോൾ കഴിയും എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതിനുശേഷമാണ് 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസിന്റെ ഭവനത്തിൽ ചെന്ന് പത്രോസിന്റെ അമ്മായിയമ്മയെ കർത്താവ് സൗഖ്യമാക്കും.
ഈ ആ ഭാഗമൊക്കെ നമ്മൾ ശരിക്കും ഞാൻ വിഷയം ഇപ്പൊ അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഈ അമ്മായിയമ്മയ്ക്ക് മൂക്കിപ്പനിയൊന്നും അല്ലായിരുന്നു കേട്ടോ. അതിന്റെ ഒറിജിനൽ വാക്കുകൾ നമ്മൾ ചിന്തിച്ചാൽ ഹൈ ഫീവർ എന്ന് പറഞ്ഞാൽ കിടപ്പിലായ ഫീവറായിരുന്നു. അത് ഒറ്റ നിമിഷം കൊണ്ട് സൗഖ്യമായെന്നുള്ളതാണ്. എഴുന്നേറ്റിട്ട് അവരെ ശുശ്രൂഷിച്ചെന്ന തിരുവഴുത്തിൽ നമ്മൾ കാണും. അപ്പൊ ആ ശുശ്രൂഷ എവിടെ നടന്നു? അതിനുശേഷം 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ലേറ്റ് ഈവനിങ്ങില് കർത്താവ് പിന്നെയും പീറ്ററിന്റെ ഹൗസിൽ അതിന്റെ പരിസരത്തൊക്കെ കൂടി വന്ന, ഇംഗ്ലീഷിൽ നല്ലൊരു പ്രയോഗമാണ്, ദ ഹോൾ ടൗൺ വാസ് അറ്റ് ദ ഡോർ ഓഫ് പീറ്റർ. അതെന്താ? ജീസസ് അവിടെയുണ്ട്. ഈ ആളുകൾക്കെല്ലാം കർത്താവ് ശുശ്രൂഷിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര ബിസി സ്കെഡ്യൂൾ കഴിഞ്ഞിട്ടാണ് ലേറ്റ് ഇൻ ദ ഈവനിങ്ങിൽ എന്ന് പറഞ്ഞാൽ അത് വളരെ ലേറ്റ് നൈറ്റിലേക്ക് പോയി കാണും. കാരണം ടൗണിലെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അവർക്കെല്ലാം രോഗസൗഖ്യവും ഭൂതങ്ങൾ വിട്ടുപോകുന്നു, ഇങ്ങനെയുള്ള ഡെലിവറൻസുകളൊക്കെ നടക്കുന്നു. അങ്ങനെയുള്ള അനുഭവമാണ് നമ്മളിവിടെ കാണുന്നത്. എന്നിട്ടാണ് 35-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ഇരുട്ടുള്ളപ്പോൾ അതിരാവിലെ കർത്താവ് എഴുന്നേറ്റത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എത്ര ടയേർഡ് ആണെങ്കിലും, ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളോട് പറയാം, ജീസസിന്റെ ഹ്യൂമാനിറ്റിയിൽ ജീസസ് ടയേർഡ് ആയി. ജീസസിന്റെ ഹ്യൂമാനിറ്റി 100% ഹ്യൂമനാണ്. അപ്പോൾ തന്നെ 100% ഈസ് ഗോഡ്. പക്ഷെ ഹ്യൂമാനിറ്റിയിൽ ടയേർഡായ സംഭവങ്ങളൊക്കെ തിരുവഴുത്തിലുണ്ടല്ലോ. എന്നിട്ട് അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തനിയെ പോവാന്ന് പറയുമ്പോഴാണ് ജീസസ് പേഴ്സണൽ പ്രയറിന് കൊടുത്ത ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് പലർക്കും ശക്തിയില്ലാതെ പോകുന്നത്? ദിസ് ഇസ് ദ റീസൺ. ചർച്ച് must return to prayer. Prayer is the backbone of the church. ജീസസ് നമ്മളെ കാണിക്കുന്ന മാതൃക അതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും കർത്താവിന് സെക്കൻഡറി ആണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇപ്പൊ രാവിലെ എഴുന്നേറ്റാല് വാട്സാപ്പിൽ വല്ല മെസ്സേജ് വല്ലതും വന്നിട്ടുണ്ടോ? ജസ്റ്റ് ഫേസ്ബുക്കിൽ നോക്കിയേക്കാം, അല്ലെ, ലേറ്റസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇവിടെയാണ് നമുക്കൊരു മാനസാന്തരം ഉണ്ടാകുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നാം ഉപയോഗിക്കപ്പെടണമെങ്കിൽ we must become men and women of prayer. ആ 35-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. മർക്കോസ് 1:35 വാക്യം. അതികാലത്തെ ഇരുട്ടോടെ അവൻ എഴുന്നേറ്റു. ഞാൻ മനസ്സിലാക്കുന്നത് പത്രോസിന്റെ ഭവനത്തിൽ തന്നെ ആയിരിക്കും യേശു വിശ്രമിച്ചത്. ലേറ്റ് നൈറ്റ് ആയി. അവിടുന്ന് എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചത്. ഇപ്പൊ രണ്ടാമത് കർത്താവിന് ഒരു പ്ലേസ് ഓഫ് പ്രയർ നമ്മൾ കാണും. ഇന്നത്തെ ഭാഷയിലൊക്കെ നമ്മൾ ചിന്തിച്ചാൽ ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറയുന്നത് സോളിറ്ററി പ്ലേസ് അല്ലെങ്കിൽ ഐസൊലേഷൻ. ഇതെല്ലാവർക്കും ആ വാക്ക് അറിയാം. എന്താന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ വേറൊരു പ്രത്യേക സ്ഥലത്ത് പോയത്? ശിഷ്യന്മാരുണ്ട്, പീറ്ററിന്റെ ഫാമിലി ഉണ്ട്, ക്രൗഡഡ് ആയിരിക്കും, അവിടെ ഏകാഗ്രത കിട്ടുന്നില്ല. അതുകൊണ്ട് കർത്താവിനെ സംബന്ധിച്ചോളം prayer to be with his father in heaven is the most important thing. So he left the house, went to a solitary place and he was praying. A place of prayer. കാരണം അവിടെയാണ് സീരിയസ് ആയി പിതാവിന്റെ കൂടെ ഡിസ്റ്റർബൻസ് കൂടാതെ കർത്താവിന് സംസാരിക്കാൻ കഴിയും. ഇവിടെ പ്രാർത്ഥനയ്ക്ക്
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഫോൺ വന്നാലും അറ്റൻഡ് ചെയ്യും, അതിനിടയ്ക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കും. എനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. But Jesus is very serious about prayer. അതുകൊണ്ട് ജീസസ് തന്നെ ഈ പ്രയറിന് ഒരു സൂട്ടബിൾ അറേഞ്ച്മെന്റ് ഉണ്ടാക്കുക. ഇറ്റ് ഡസ് നോട്ട് വാണ്ട് ടു ബി ഡിസ്റ്റർബ്. അവിടുന്ന് വന്നിരിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ഈ താണഭൂമിയിൽ വന്നിരിക്കുന്ന പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ്. ഓരോ ദിവസവും ശുശ്രൂഷിക്കാൻ ഉള്ള സ്കെഡ്യൂൾ പിതാവിൽ നിന്ന് പ്രാപിക്കണം. ആ ശുശ്രൂഷകൾ ചെയ്യുന്നത് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പിതാവിന്റെ ഇഷ്ടമാണ് നിവർത്തിക്കേണ്ടത്. ഇതിന് പിതാവുമായിട്ട് കൺസൾട്ടേഷൻ നടക്കുക. അല്ലാതെ കർത്താവ് ശുശ്രൂഷിച്ചത് ശിഷ്യന്മാരെ നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം, നിങ്ങൾ എത്ര പേര് പറയുന്നുണ്ട്, ഭൂരിപക്ഷം ഉണ്ടോ ഇല്ലയോ? ഇവിടെ ഒത്തിരി ആളുകൾ ഭൂരിപക്ഷം അനുസരിച്ച കാര്യങ്ങൾ. They don't have a clue to what is ministry. സഭ പോകുന്നതും ഒന്നും ഭൂരിപക്ഷത്തിലല്ല. പ്രാർത്ഥിക്കുന്നവരോട് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ത്രൂ ഹിസ് സ്പിരിറ്റ്. അതനുസരിച്ചാണ് ചർച്ച് പോകുന്നത്, വ്യക്തികൾ പോകേണ്ടത്, ശുശ്രൂഷകർ പോകേണ്ടത്. നമുക്ക് ആരെ ഒഫൻഡ് ചെയ്യണം, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് എന്നൊരു തീരുമാനം. That never works. We have gone very far away from Jesus. No wonder we are such powerless people. Jesus in the മാതൃകയാണ്. He had a place to pray. He went to a solitary place to pray. പിതാവിന്റെ ഹിതം അന്വേഷിക്കുക. അല്ലാതെ ശിഷ്യന്മാര് പറയുന്ന അനുസരിച്ച് നീ പത്രോസിന്റെ വീട്ടിലാ താമസിക്കുന്നത്. പത്രോസിനെ നമുക്ക് ഒഫൻഡ് ചെയ്യാൻ ഒക്കും. ഇന്ന് ഒരുപാടിടത്ത് ഈ ഉപദേശിമാർക്കൊക്കെ അവരുടെ വീട്ടിലല്ലയോ സഭായോ, നമ്മളിപ്പോ അവര് പറയുന്നൂടെ കേൾക്കണ്ടേ ബ്രദറെ? They are not doing the ministry of Jesus. ജീസസ് അങ്ങനെയല്ല ശുശ്രൂഷിക്കുന്നത്. He is in prayer and he will hear from the Father. ഒരു സോളിറ്ററി പ്ലേസ് പ്രാർത്ഥനയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അബുദാബിയിൽ ഈ പട്ടണത്തിൽ താമസിക്കുന്ന നിങ്ങൾ എവിടെ പോകും? അല്ലെങ്കിൽ ഒരു പട്ടണത്തില് സിറ്റിയിലൊക്കെ താമസിക്കുന്നവര് എവിടെയായി സോളിറ്ററി പ്ലേസിന് പോകുന്നത്? വളരെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ഭവനത്തിലൊരു മുറി നമുക്ക് വേണേ അങ്ങനെ ആക്കാമല്ലോ. നമുക്ക് നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവരോട് പറയാം, I am in prayer, please do not disturb me. Shut down all the phones. ഒരു എഫേർട്ട് അതിനുണ്ട്. ഫോൺ ഷട്ട് ഡൗൺ ചെയ്യണം. അതെ, കാരണം പ്രാർത്ഥന എന്ന് പറഞ്ഞ വൺ വേ ട്രാഫിക് അല്ലല്ലോ. നമ്മള് ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം നമ്മളോടും സംസാരിക്കും. അത് ധൃതിയിൽ അങ്ങോട്ട് ചെന്നു ഇങ്ങോട്ട് വരിക അങ്ങനെയല്ല. Spending time and lingering in the presence of God. ജീസസിന്റെ മാതൃക. ഇനി 36 മുതൽ 39 വരെ, 1-ാം അധ്യായത്തിന് 35-ാം വാക്യം നമ്മൾ വായിച്ചു. 36 മുതൽ 39 വരെ അവിടെ ഡെവലപ്പ് ചെയ്തൊരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അവിടെ നിന്ന് 3-ാമത്തെ കാര്യം ഞാൻ പറയാം. About the power of prayer. ശീമോനും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്നു. അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അതെന്താ? ഇന്നലത്തെ യോഗം എഫക്റ്റീവായിരുന്നു. രോഗികൾ സൗഖ്യമായി, ഭൂതങ്ങൾ വിട്ടുപോയി, ജനം ഇളകിയിരിക്കുകയാണ്. എല്ലാവർക്കും ഇപ്പൊ യേശുവിനെ വേണം. ഈ റിപ്പോർട്ട് കൊണ്ടാണ് ശീമോൻ വരുന്നത്. 38-ാം വാക്യം നിങ്ങൾ നോക്കണം. അവൻ അവരോട്, ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോകാം, ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഗലീലയിലൊക്കെയും അവരുടെ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു. ഇത് നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയും, ഊഹിക്കാൻ കഴിയും. ഒരിടത്ത് ചെന്ന് മിനിസ്ട്രി ചെയ്തു, നല്ല മിനിസ്ട്രി വെളിപ്പെട്ടു, ആളുകളെല്ലാം ഒരുങ്ങി.
അടുത്ത ദിവസവും യോഗം വേണമെന്ന് പട്ടണം മുഴുവൻ ആവശ്യപ്പെടുന്ന ഒരു രംഗം വന്നാൽ നമ്മൾ അവിടെ വിട്ടുപോകുമോ? ഇത്രയും ആളുകൾ ഏതായാലും മുന്നോട്ട് വന്നല്ലോ ബ്രദറെ, നമുക്കതാ മുന്നോട്ട് വന്നല്ലോ, അവിടെ നമുക്കിവിടെ താമസിച്ച് ശുശ്രൂഷിച്ച് അവരെയെല്ലാം ഒന്ന് പാകപ്പെടുത്തി. ജീസസ് അങ്ങനെ വിചാരിക്കുന്നില്ല. സോ ലെറ്റ്സ് ഗോ. ഇവിടെയാണ് പ്രയർ. കണ്ടോ നിങ്ങൾ, പ്രാർത്ഥനയിൽ പിതാവിന്റെ ഹിതം മനസ്സിലാക്കി. പീറ്റർ, ഞാൻ വന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കാനല്ല, വി ഹാവ് ടു ഗോ. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വളരെ സട്ടിലായിട്ടുള്ള ഒരു ട്രാപ്പ് നിങ്ങൾ കണ്ടു, ഒരിടത്ത് പിടിച്ചൊതുക്കാനുള്ള ഒരു ട്രാപ്പ്. കർത്താവ് കണ്ടോ അതിനെ അതിജീവിക്കുന്നത്? ബിക്കോസ് ഹി ഹാസ് ഹേർഡ് ഫ്രം ദ ഫാദർ. എല്ലാം നല്ല കാര്യമാണ്. ഇവിടെ ആളുകളെല്ലാം ആവശ്യപ്പെടുന്നു. ഇപ്പൊ അവരെന്ത് പറഞ്ഞാലും അവർ കേൾക്കും. അവർക്കെല്ലാം നിന്നെയാണ് വേണ്ടത്. അവർക്കെല്ലാം വേണ്ടിയിരുന്നത് കേവലം ശാരീരിക വിടുതൽ മാത്രമാണ്. ജീസസ് അതിനേക്കാൾ വലിയ കാര്യത്തിനാണ്. ഫോർ ദ preaching and teaching of the kingdom of heaven. ഈ മിറക്കിൾസ് എല്ലാം ഹൃദയങ്ങളെ തുറന്ന് യേശുവിന്റെ ഐഡന്റിറ്റി എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാകണം. അതിനുവേണ്ടിയാണ്. വളരെ സട്ടിലായിട്ടുള്ള ഒരു ട്രാപ്പാണ്. നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു കാര്യം. നമ്മൾ ചിന്തിക്കണം ദൈവഹിതമല്ലേ അത്. ആളുകൾ ഇങ്ങോട്ട് ആവശ്യപ്പെടുക. അപ്പോസ്തലനായ പൗലോസ് രണ്ടാം മിഷണറി യാത്രയുടെ അവസാന ഘട്ടത്തിൽ, ഇത് അപ്പോസ്തലപ്രവൃത്തി 18 22 23 വാക്യം, പൗലോസ് എഫെസോസിൽ വന്നതാണ്. എഫെസോസിൽ പ്രസംഗിച്ചപ്പോഴ് ആ പള്ളിയിലുള്ളവരെല്ലാരും പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് ഇത് കേൾക്കണം, ഒന്ന് നിൽക്കണേ. പോൾ പറഞ്ഞു, ദൈവഹിതമാണെ മടങ്ങി വരാം. ഹി ജസ്റ്റ് ലെഫ്റ്റ്. മൂന്നാം മിഷണറി യാത്രയിലാണ് അപ്പോസ്തലപ്രവൃത്തി 19 ആദ്യത്തെ വേദഭാഗം നമ്മൾ വായിച്ചാൽ, ദൈവ നിയോഗത്താൽ അദ്ദേഹം എഫെസോസിൽ വന്ന് 3 വർഷം അവിടെ പാർത്ത് ദൈവസഭ സ്ഥാപിച്ചവരെ പഠിപ്പിക്കുന്നു. ജീസസിനെ അനുഗമിക്കുന്നവർ മനസ്സിലാക്കണം, ഇൻ പ്രയർ ആത്മാവ് നമുക്ക് നിയോഗം തരും. മനുഷ്യൻ നോക്കുമ്പോൾ അത് ഫൂളിഷ് ആയിരിക്കും. പക്ഷെ ജീസസ് വന്നിരിക്കുന്നത് പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ്, മനുഷ്യനെ പ്രസാദിപ്പിക്കാനല്ല. യേശുവിനെ അനുഗമിക്കുക പ്രിയമുള്ളവരെ, യേശുവിനെ അനുഗമിക്കുക. പ്രയറിന്റെ പ്രാധാന്യത കണ്ടു. പ്രയറിലാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കർത്താവ് ആ ട്രാപ്പിനെ അതിജീവിച്ചു. വാസ്തവത്തിൽ പത്രോസ് പറയുന്ന ആ വാക്ക് എവ്രിവൺ ഈസ് ലുക്കിംഗ് ഫോർ യു എന്ന് പറഞ്ഞാൽ അതൊരു മൈൽഡ് റബ്യൂക്കാണ്. ഒരു ചെറിയ താക്കീതിന്റെ ധ്വനി അതിനകത്തുണ്ട്. എന്ന് പറയാൻ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? എല്ലാരിൽ നിന്ന് വേർപെട്ടു പോവാൻ. പുരുഷാര മുഴുവൻ വന്നിരിക്കുക. ഇവിടെയല്ല നീ തന്നെ പോയിരിക്കേണ്ടത്. യു നീഡ് ടു ബി വിത്ത് ദ ക്രൗഡ്. പക്ഷെ ശ്രദ്ധിച്ച് കേട്ടോ, മിനിസ്ട്രിയെക്കാട്ടിൽ വലുതാണ് പിതാവിന്റെ കൂടെ ഇരിക്കുന്നത്. ഇൻഫാക്ട് പിതാവിന്റെ കൂടെ ഇരിക്കുന്നതിൽ നിന്ന് ഉള്ളിൽ നിന്ന് തുളുമ്പി വരുന്നതാണ് മിനിസ്ട്രി. അനേക ആളുകൾക്ക് വി ആർ ടു ബിസി വിത്ത് ദ മിനിസ്ട്രി. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഐ എം സോ ബിസി വിത്ത് ദ മിനിസ്ട്രി, റണ്ണിങ് ഫോർ ദ ലോർഡ്, but they are not busy with the Lord. കർത്താവിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന, അവിടെ പ്രാപിച്ചതിന്റെ ഒരു, അത് തുളുമ്പി ഹൃദയത്തിൽ നിന്ന് വരുന്നതല്ലേ മിനിസ്ട്രി. പത്രോസിനോട് കർത്താവ് മറുപടി പറയുന്നു, ഇറ്റ്സ് ടൈം ടു മൂവ് ഓൺ. ലൂക്കോസ് 4:43 ഇതിനോട് ചേർത്ത് പഠിച്ചാൽ, അവൻ അവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം
സുവിശേഷിക്കേണ്ടതാകുന്നു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. മർക്കോസിൽ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നു എന്ന ആ പ്രയോഗമാണ്. വാസ്തവത്തിൽ അവിടെ കർത്താവിന്റെ ആ മനുഷ്യത്വവും ദൈവത്വവും എല്ലാം കൂടെ ചേർത്ത് പഠിക്കാൻ കഴിയും. ഞാൻ എൻ്റെ വാക്കുകള് ഇന്ന് രാത്രിയുടെ നിർത്തുക. ശിഷ്യന്മാർക്ക് ഒരു കേസ് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. വാസ്തവത്തിൽ പരസ്യമായിട്ട് നാണം കെട്ടുപോയി. കാരണം ഇത് അഡ്വാൻറ്റേജ് എടുത്താണ് ഈ ശാസ്ത്രിമാർ, ഈ ടീച്ചേഴ്സ് ഓഫ് ദ ലോ ആർഗ്യൂ ചെയ്തത്. ഏതായാലും തക്ക സമയത്ത് കർത്താവ് വന്നു, കർത്താവ് അത് സോൾവ് ചെയ്തു. അവര് കർത്താവിന്റെ അടുക്കൽ ചെന്നു. നമ്മൾ ചെല്ലണം. ലോർഡ്, ഞങ്ങൾ സക്സസ്ഫുൾ ആയിരുന്നല്ലോ, വാട്ട് ഹാപ്പൻഡ്? ഇന്നത്തെ സഭ മുട്ടൽ നിൽക്കണം. ഒരു തലമുറ they were so powerful. വലിയ വലിയ കാര്യങ്ങളൊന്നും അപ്പച്ചന്മാർക്ക് അറിയത്തില്ലായിരുന്നു. ബട്ട് the Lord worked through them very powerfully. അവർ ചെല്ലുന്ന ഇടങ്ങളിൽ സഭകൾ സ്ഥാപിച്ചു. പ്രിയമുള്ളവരെ, അതിന് പകരം നമ്മുടെ 2 വേല അവിടെ ഇല്ലല്ലോ. ഒരു 5000 രൂപ വെച്ച് തരാമോ ഒരു വേല വാങ്ങാൻ? അവര് ചെല്ലുന്നിടത്ത് സഭകൾ സ്ഥാപിക്കപ്പെടും. പണത്തിന്റെ ബേസിസിലല്ല വേല. ഇറ്റ് ഈസ് ദി അനോയിന്റിങ്. കാൽ ചവിട്ടുന്ന ഭൂമി അവകാശമായി ദൈവം. അവരോട് കർത്താവ് പറഞ്ഞ് മനസ്സിലാക്കി, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ലിറ്റിൽനെസ് ഓഫ് യുവർ ഫെയ്ത്ത്. ദിസ് കൈൻഡ് വിൽ ഓൺലി കം ഔട്ട് ബൈ പ്രയർ ആൻഡ് ഫാസ്റ്റിംഗ്. അത് ലാഘവമായിട്ടെടുത്തു. പെർസിസ്റ്റന്റ് വിശ്വാസമില്ല. അവർക്ക് കൊടുത്തിരിക്കുന്ന അധികാരവും ശക്തിയും പ്രായോഗിക മണ്ഡലത്തിൽ വെളിപ്പെടത്തക്കവണ്ണമുള്ള ആ ഗ്രേറ്റ് ഫെയ്ത്ത് ഇല്ല. Somewhere along the line, they sacrificed their prayer life. ജീസസ് അത് പറഞ്ഞു കൊടുത്തു. അവരല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ അവർ പഠിക്കുകയാണ്. നമുക്ക് അവരോട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഒരുപാട് ആളുകൾ ചെയ്തു, എന്റെ ബ്രദറേ 10 ദിവസവും ഒക്കെ സാധാരണ മനുഷ്യൻ, മുക്കവനായ മനുഷ്യൻ. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അതേ വീക്ക്നെസ്സുകൾ നമുക്കുമുണ്ട്. നമ്മുടെ പ്രയർ ലൈഫിനും ചികിത്സ ആവശ്യമാണ്. അങ്ങനെയുള്ളവർ അവർ വീണെടുത്ത് കിടന്നില്ല, അവർ എഴുന്നേറ്റു. പെന്തക്കോസ്ത് ദിവസം ആത്മാവ് അവരുടെ മേൽ വന്നു. അവരാണ് ലോകത്തെ കീഴ്മേൽ മറിച്ചത്. സാധാരണക്കാരാണ്. മോസ്റ്റ് ഓഫ് ദം വർ അൺഎഡ്യൂക്കേറ്റഡ്. എഡ്യൂക്കേഷനിലോ ഒന്നുമല്ല കാര്യമിരിക്കും. ആരെങ്കിലും എഡ്യൂക്കേറ്റഡ് ആയാൽ എനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷെ ദൈവരാജ്യ വ്യാപ്തി നടക്കുന്നത് എഡ്യൂക്കേഷന്റെ ബലത്തിലല്ല. ഇറ്റ്സ് ദ പവർ ഓഫ് ഗോഡ്. പ്രാർത്ഥനയാണ് ഇതിന്റെ എല്ലാം റൂട്ട്. പ്രാർത്ഥനയിലാണ് വിശ്വാസം വർദ്ധിക്കുന്നു. വിശ്വാസം എക്സർസൈസ് ചെയ്യാനുള്ള ആ ഗ്രേറ്റ് ഫെയ്ത്ത്, ധൈര്യം നമുക്കുണ്ടാകുന്നു. പറയുന്ന വാക്കുകൾക്ക് ദൈവശക്തി വ്യാപരിക്കുന്നു. മൗണ്ടൻസ് മാറുന്നു. അതെല്ലാം ആത്മനിയോഗത്തില. ചിലര് കൽപ്പിക്കുന്ന ഏത് മൗണ്ടനും മാറും എന്ന്. അങ്ങനെയല്ല, ദൈവഹിതത്തിൽപ്പെട്ട മൗണ്ടൻ എന്ന് വ്യാഖ്യാനിക്കുന്നതാണ് ഉത്തമം, ഉചിതം. പ്രൈസ് ദി ലോർഡ്. നമുക്കിത് ദൈവം മുൻപാകെ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്താൻ, ഈ ദൈവവചനം നമ്മളെ ഒന്ന് കഴുകുകയും നമുക്ക് ദൈവസന്നിധിയിൽ താഴ്മയോടെ കർത്താവേ, we have failed. ഇന്ന് ചർച്ചിന്റെ അടുക്കലേക്ക് ആളുകൾ വരുമ്പോൾ they are getting a wrong picture.
നമ്മൾ ജീസസിനെ റെപ്രസെന്റ് ചെയ്യേണ്ടവരാണ്. യേശുവിന്റെ അടുക്കൽ വരുന്നത് പോലെ തന്നെയാണ് ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവരികയാണ്. ജീസസിനെ അവർ റെപ്രസെന്റ് ചെയ്ത് കാസ്റ്റ് ഔട്ട് ചെയ്യണം. പക്ഷേ പലപ്പോഴും മിസ് റെപ്രസെന്റേഷൻ ആണ് വരുന്നത്. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയോടെ പറയാം, we have failed, I have failed, give us grace. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങാം. പ്രാർത്ഥനയാണ് ഇതിന്റെ താക്കോൽ. പ്രയറും ദൈവത്തിന്റെ വചനം ധ്യാനിക്കുകയും കർത്താവിന്റെ മാതൃക നമുക്ക് പിൻപറ്റുകയും ചെയ്യാം. ആത്മാവ് നമ്മളിൽ സജീവമായി പ്രവർത്തിക്കട്ടെ. അവിടെയുള്ള ദൈവസഭയെ കർത്താവ് അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യട്ടെ. നിങ്ങളിൽ പലര് അനുഗ്രഹീതരായ ശുശ്രൂഷകരായി ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നമ്മൾ ഇന്ന് നോക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഇമ്പോസിബിൾ ഇമ്പോസിബിൾ ഇമ്പോസിബിൾ, യു സ്റ്റാർട്ട് പ്രേയിങ്. Everything is possible with who believes. Everything is possible with him who believes. പ്രാർത്ഥിക്കാൻ തുടങ്ങും, ചരിത്രം മാറും. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കും.